അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ മജ്ലിസിൽ നമുക്കിന്ന് ചൊല്ലാനുള്ള അതിപ്രധാനപ്പെട്ട ദിക്റ് ലത്തീഫ് എന്ന ദിക്റും അതേപോലെ തന്നെ റജബിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലിവരുന്ന റജബിലെ ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം ചൊല്ലാൻ മഹാന്മാർ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ദിക്റും നാരിയത്തു സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. പരിശുദ്ധ റജബിലെ വിലപ്പെട്ട ദിനരാത്രികൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ സമയങ്ങൾ അമൂല്യമാണ്. അടുത്ത റജബ് നമുക്ക് ലഭിക്കുമോ ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. അല്ലാഹു തആല നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, ഇന്നത്തെ മജ്ലിസിൽ ആദ്യമായി നമുക്ക് ചൊല്ലാനുള്ള ലത്തീഫ് എന്ന ഇസ്മിന്റെ മഹത്വം അത്ഭുതമാണ്. ഈ ഒരു ഇസ്മിനെ മഹാന്മാർ പഠിപ്പിച്ച ഈ ഒരു അദദിൽ 129 തവണ ഈ ഒരു കണക്കിൽ ഒരാൾക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ ലതഫല്ലാഹു ബിഹി ഫീ ഉമൂരിഹി, അവന്റെ കാര്യങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ ദയ ഉണ്ടാകും, ലോലതയുണ്ടാകും, സഹായമുണ്ടാകും. വസീഖ ലഹു റിസ്ഖുൽ ഹസൻ, നല്ല സമ്പാദ്യം അവനിക്ക് വന്നു ചേരും. നാൾക്ക് നാൾ സാമ്പത്തികമായ പുരോഗതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലാഹു തആല നമുക്കെല്ലാം ഈ ഒരു ദിക്ർ പതിവാക്കാനുള്ള മഹാഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലണം. യാ ലത്തീഫു യാ അല്ലാഹ് എന്ന അക്ഷരം തെറ്റാതെ തന്നെ എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കണം. സ്ക്രീനിൽ നോക്കി തന്നെ ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ലത്തീഫു യാ അല്ലാഹ്, 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 يا لطيف يا الله
يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله അല്ലാഹുവേ നിന്റെ ലത്തീഫ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കണം അല്ലാഹ്, നമ്മുടെ ഹൃദയം നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ സർവ്വ വിഷയത്തിലും നീ നിന്റെ ദയയിട്ട് തരണം റഹ്മാനെ. അല്ലാഹ് നിന്റെ പ്രത്യേകമായ സഹായം സർവ്വതിലും സർവകാര്യത്തിലും നീ തരണമല്ലാഹ്. എല്ലാവരും കൂടെ ഇസ്തിഗ്ഫാർ റജബിലെ ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം മഹാന്മാർ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ആ ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് കൂടെ ചൊല്ലണം. 70 തവണ അതിന്റെ അതത് എല്ലാവരും അത് കൂടെ തന്നെ എണ്ണം തെറ്റാതെ തന്നെ ചൊല്ലാൻ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ശരീരം വലാ തമസ്സുഹുന്നാർ, ഒരിക്കലും നരകം സ്പർശിക്കില്ലെന്നാണ് മഹാന്മാർ വിശേഷിപ്പിച്ചത്. അത്രയും അത്ഭുതമാണ് ഈ ഒരു ദിക്ർ. കൂടെ എല്ലാവരും കൂടെ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി
أستغفر الله وأتوب إليه 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 അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലോ, നമ്മുടെ തൗബ നീ സ്വീകരിക്കണമല്ലോ, നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണമല്ലോ, നമ്മുടെ പാപങ്ങളൊക്കെയും നീ കരിച്ചു കളയണം റഹ്മാനെ. ഇനിയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലായി നമുക്ക് ജീവിക്കാൻ, ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. എല്ലാവരും കൂടെ നാരിയത്തു സ്വലാത്ത് ഏറ്റി ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. 11 തവണ എല്ലാവരും കൂടെ ഏറ്റി ചൊല്ലുക. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما
على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وصل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. الله നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരമുള്ളതാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇതിന്റെ മിത്ല തവാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ ഭാര്യ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഉപ്പാപ്പമാരുടെ ഉമ്മാമമാരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ
പ്രത്യേകിച്ച് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും റിഫായി ശൈഖ് ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും ഖാജ തങ്ങളുടെ ഹദ്റത്തിലേക്കും അല്ലാഹ് അഹ്മദ് അല്ലാഹ് ഖാൻ ബരൽവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് ഇതിനെ സവാബത്ത് കൊടുക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, സർവ്വ മശായിഖന്മാർ ഉസ്താദന്മാരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ പൊരുത്തമുള്ള ജീവിതം നൽകണം റഹ്മാനെ. അവരുടെ നോട്ടമുള്ള ജീവിതം നൽകണം റഹ്മാനെ. അവർക്കുള്ള ദറജ നീ ഉയർത്തി കൊടുക്കണം അല്ലാഹുവേ. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിനാത്തുകളുടെ ഹദറാത്തുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പലസ്തീൻ മണ്ണിൽ നീ ശാന്തി നൽകണം അല്ലാഹ്, സമാധാനം നൽകണം റഹ്മാനെ. ശത്രുക്കളെ നീ നശിപ്പിച്ചു കളയണമല്ലോ. കഠിനമായ ബലാഹ് കൊടുത്ത്, മുസീബത്ത് കൊടുത്ത്, അദാബ് കൊടുത്തവരെ നീ അവരെ നീ നശിപ്പിച്ചു കളയണം റഹ്മാനെ. ശത്രുക്കളെ നീ നശിപ്പിച്ചു കളയണം റഹ്മാനെ. ദുനിയാവിന്റെ ഏത് മൂലക്കെല്ലാം മുഅ്മിനീങ്ങൾ പ്രയാസപ്പെടുന്നുവോ, ആരൊക്കെയാ പ്രയാസപ്പെടുത്തുന്നു, അവരെയെല്ലാം നീ നശിപ്പിച്ചു കളയണം റഹ്മാനെ. മുഅ്മിനീങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. الله شعبانിലും റജബിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. പരിശുദ്ധ റമദാൻ മാസം നമുക്ക് എത്തിക്കണം അല്ലാഹുവേ. പരിശുദ്ധ റമദാൻ മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഒരുപാട് ഖുർആൻ ഖതമുകൾ തീർക്കാൻ, ഹബീബായ തങ്ങളെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി നമുക്ക് മുത്തായ തങ്ങളെ റമദാൻ മാസത്തിൽ ദർശിക്കാൻ, കാണാനുള്ള അവസരം നൽകണം റഹ്മാൻ. അതിന് പാകപ്പെട്ട ശരീരം നൽകണം റഹ്മാൻ. അല്ലാഹ്, നീ വിലക്കിയ സർവ്വ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും മനസ്സുകൊണ്ട് വിട്ടുനിൽക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം റഹ്മാനേ. ഹറാമിനോട് നമുക്ക് വല്ലാത്ത ഹറാമിനോട് വല്ലാത്ത ദേഷ്യം ഇട്ട് തരണം റഹ്മാനെ. അല്ലാഹുവേ, മാനസികമായി വെറുപ്പിട്ട് തരണം റഹ്മാനെ. അല്ലാഹുവേ, നീ അനുവദിച്ച കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിതത്തെ ധന്യപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം റഹ്മാനെ. സലീമായ കൽബ് നൽകണം അല്ലാഹ്. വിജയിച്ച മനസ്സിന്റെ ഉടമകളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിജയിച്ചവരെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. സലീമായ കൽബ് നൽകണം അല്ലാഹ്. വിജയിച്ച മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാനെ. നമ്മുടെ സ്വഭാവം നന്നാക്കണം റഹ്മാനെ. നമുക്ക് തന്നുള്ള സ്വഭാവം, നമുക്കുള്ള സ്വഭാവം നീ നന്നാക്കണം റഹ്മാൻ. നമ്മുടെ സ്വകാര്യ ജീവിതം നീ നന്നാക്കണം റഹ്മാനെ. നമ്മുടെ സ്വകാര്യ ജീവിതം നീ നന്നാക്കണം റഹ്മാനെ. അല്ലാഹ്, ഹറാമ് കാണാതെ, ഹറാമ് കേൾക്കാതെ അല്ലാഹ് നല്ല നിലക്ക് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. റബ്ബേ, ആരോടും വെറുപ്പില്ലാതെ, ഹസ്സദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗൈബത്ത് നമീമത്ത് പറയാതെ നല്ല നിലക്കുള്ളൊരു ജീവിതം നൽകണം റഹ്മാനെ. സദ്സ്വഭാവത്തിന്റെ ജീവിതം നൽകണം റഹ്മാനെ. ഹസ്നുൽ ഖുൽഖ് നൽകണം റഹ്മാനെ. വേണ്ടാത്ത സ്വഭാവങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. നമ്മുടെ വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട് ആരെയും വേദനിക്കുന്നൊരവസ്ഥ എത്തിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ചെയ്യുന്ന ആരാധനകളെല്ലാം ഇഖ്ലാസുള്ളതാക്കണം റഹ്മാനെ. ഭക്തിയോടെ നിർവഹിക്കുന്നതാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ പേടിച്ച് ചെയ്യുന്ന അമലുകളാക്കണം റഹ്മാനെ.
നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലെല്ലാം ചൊല്ലുന്ന ദിക്റുകളിലെല്ലാം ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണമല്ലോ, ഭക്തി നൽകണം റഹ്മാനെ. അതിന്റെ ലദ്ദത്ത് നൽകണം റഹ്മാനെ, രസം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കാൻ അവിടുത്തെ പൂമുഖം നമുക്ക് സ്വപ്നത്തിലും യഖ്ലത്തിലും ദർശിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. തൗഫീഖ് നൽകണം റഹ്മാൻ. അതിന് പാകപ്പെട്ട ജീവിതം നൽകണം റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ മരിപ്പിക്കുന്ന സമയത്ത് ഈമാനോടെ മരിപ്പിക്കണം റഹ്മാൻ. മുത്തായത്തങ്ങളെ കണ്ടിട്ടല്ല ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അവിടുത്തെ സാന്നിധ്യത്തിലല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പരിശുദ്ധ മദീനയിൽ വെച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാൻ. പരിശുദ്ധ റൗളാ ശരീഫിൽ ചെന്ന് ഒരുപാട് ദിവസങ്ങൾ അവിടെ നമുക്ക് സ്വലാത്തുകൾ ചൊല്ലി ഒടുവിൽ മുത്തായ തങ്ങളെ കണ്ട് ഈമാനോട് അവിടെ വെച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. പരിശുദ്ധ മദീനയുടെ മണ്ണിൽ പോയി കിടക്കാനുള്ള ഒരവസരം, ഒരു ഭാഗ്യം പാവികളായ ദോഷികളായ ഞങ്ങൾക്ക് നൽകണമല്ലോ, ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ. ധാരാളം തെറ്റുകൾ ചെയ്തവരാണ്, പാവങ്ങൾ ചെയ്തവരാണ്. അല്ലാഹുവേ, നമ്മുടെ പാവങ്ങൾ കാരണമായി ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. മുത്തായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കുള്ള എല്ലാ പാവങ്ങൾ പുറത്തു തന്നു ഇനിയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കിയൊന്ന് മാറ്റിത്തരണം റഹ്മാനെ, മാറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, മാരക രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. എന്തെല്ലാം രോഗങ്ങളാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. മറ്റു പല രോഗങ്ങളാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ്, എന്തെല്ലാം രോഗങ്ങൾ, മാനസികവും ശാരീരികവുമായ പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ റബ്ബേ ആജിലായ ശിഫ കൊടുക്കണം റഹ്മാനെ, താമായ ശിഫ കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് തിരിച്ചു കൊടുക്കണം റഹ്മാനെ, ആരോഗ്യം തിരിച്ചു കൊടുക്കണം റഹ്മാനെ. പൂർണ്ണ ആഫിയത്തോടെ ആരോഗ്യത്തോടു കൂടെ നിസ്കരിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും മറ്റു ധാരാളം നന്മകൾ ചെയ്യാനവർക്കും നമുക്കെല്ലാം ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ഈമാനെ നീ രക്ഷപ്പെടുത്തണമല്ലോ, ഈമാനെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നമ്മുടെ ഈമാനിന്റെ കാര്യത്തിൽ നമുക്ക് വല്ലാത്ത പേടിയാണ് റബ്ബേ. അല്ലാഹ്, നമ്മുടെ ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ, നമ്മുടെ ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ നമുക്കാർക്കും നീ വിധിക്കല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ മുസീബത്തുകൾ, അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, വല്ല രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ ഈ ചൊല്ലിയ സ്വലാത്തിന്റെ മാസത്തിന്റെ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നീ എല്ലാം നീ തുടച്ചു മാറ്റണം റഹ്മാനെ. ശരീരത്തിൽ നീ തുടച്ചു മാറ്റണം റഹ്മാനെ, നീ തുടച്ചു മാറ്റണം റഹ്മാനെ. ആഫിയത്ത് തിരിച്ചു തരണം റഹ്മാനെ, ആരോഗ്യം തിരിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, സുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, മറ്റു കൊളസ്ട്രോൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകണമല്ലോ. എല്ലാം നീ നോർമലാക്കി, എല്ലാ പ്രയാസങ്ങളും നീ ദൂരത്താക്കി, ശാരീരികവും മാനസികവുമായ എല്ലാ ബുദ്ധിമുട്ടുകൾ നീക്കി സന്തോഷം നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, റാഹത്ത് നൽകണം റഹ്മാനെ, റാഹത്ത് നൽകണം റഹ്മാനെ. മരിക്കുന്നത് വരെ ഇസ്സത്തോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ ജീവിക്കാൻ, അല്ലാഹ്, ഈമാനോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തണം റഹ്മാനെ, ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മരണം വരേക്കും നല്ല ഇസ്സത്തോടെ വീട്, നല്ല വീടും വാഹനവും എല്ലാം കരസ്ഥമായി എല്ലാം ലഭിച്ച് നമുക്ക് ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ, തൗഫീഖ് നൽകണം റഹ്മാനെ. ആയുസ്സിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഹബീബായ തങ്ങളെ റൗള ശരീഫ് ഒന്ന്
പലതവണ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റഹ്മാനെ. തമ്മിൽ സ്നേഹം വിട്ടുകൊടുക്കണം റഹ്മാനെ. എല്ലാ വെറുപ്പുകളും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നീക്കിക്കൊടുത്ത് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അവർക്കും നമുക്കെല്ലാം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, നല്ല ബുദ്ധിശക്തി കൊടുക്കണം റഹ്മാനെ. ഓർമ്മശക്തി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പഠിച്ചതൊന്നും മറക്കാതെ എല്ലാം അത് പഠിച്ചത് നാഫിയാക്കണം റഹ്മാനെ. 2 വിദ്യകൾ നല്ല നിലക്ക് നുകരാൻ, പഠിക്കാൻ, പഠിച്ചെടുക്കാൻ അവർക്കും നമുക്കെല്ലാം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ. ഖൈറായ നല്ല മക്കളെ നൽകണമല്ലോ. സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരായ മക്കളെ നൽകണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്കും സമൂഹത്തിനും നിന്റെ ദീനിനും ഖിദ്മ ചെയ്യുന്ന സേവനം ചെയ്യുന്ന നല്ല മക്കളാക്കണം റഹ്മാനെ. നല്ല മക്കളെ തരണം റഹ്മാനെ. തന്ന മക്കളെ നീ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാനെ. സ്വലാത്ത് ചൊല്ലുന്ന, ദിക്റ് ചൊല്ലുന്ന, നിനക്ക് നന്ദിയുള്ള അടിമകളായ നല്ല മക്കളെ നൽകണം റഹ്മാനെ. ഞങ്ങളെ ഈ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും വീടില്ല. വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് നല്ല ഖൈറായ, നല്ല സന്തോഷമുള്ള, ബറക്കത്തുള്ള, റാഹത്തുള്ള നല്ല വീട് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് കടങ്ങൾ തീർക്കാനുള്ള സഹിലായ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. സാമ്പത്തിക ശേഷി നൽകണമല്ലോ. എല്ലാ ദാരിദ്ര്യങ്ങൾ നീ ദൂരത്താക്കണം റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ നല്ല ജോലി നൽകണമല്ലോ. ബറക്കത്തുള്ള നല്ല ജോലി നൽകണമല്ലോ. ഉള്ള ജോലിയിൽ നീ ബറക്കത്തും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധി നൽകണം റഹ്മാനെ. നല്ല കച്ചവടം വിട്ടുകൊടുക്കണം റഹ്മാനെ. ചെയ്യുന്ന കച്ചവടങ്ങളിൽ, കൃഷിയിലെല്ലാത്തിലും, ജോലിയിലടക്കം നീ ബറക്കത്ത് ചെയ്യണമല്ലോ. സന്തോഷം കൊടുക്കണം റഹ്മാനെ. അഭിവൃദ്ധി കൊടുക്കണമല്ലോ. തന്ന എല്ലാത്തിലും നീ ബറക്കത്ത് ചെയ്യണമല്ലോ. തന്ന വീടുകളിൽ, വാഹനങ്ങളിൽ, മക്കളിലെല്ലാത്തിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. സന്തോഷം നിലനിർത്തണം റഹ്മാനെ. സന്തോഷം നിലനിർത്തണം റഹ്മാനെ. സന്തോഷം നിലനിർത്തണം അല്ലാഹുവേ, മരണം വരേക്കും ഇസ്സത്തുള്ള ജീവിതം നൽകണം റഹ്മാനെ. അന്തസ്സുള്ള ജീവിതം നൽകണം റഹ്മാനെ. ആരോട് നമ്മുടെ ആവശ്യങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടി യാചിക്കുന്നൊരവസ്ഥ നീ വിധിക്കല്ലേ അല്ലാ. മരണം വരേക്കും വിധിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, മരണം വരേക്കും ഒരാളോടും ഒരു നയാ പൈസ പോലും ചോദിക്കാതെ നമ്മുടെ കരങ്ങളിൽ തന്നെ നീ എത്തിച്ചു തരണം റഹ്മാനെ. അതിനിക്കുള്ള അവധ് നൽകണം റഹ്മാനെ. അതിനിക്കുള്ള ശേഷി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരോടും ചോദിക്കാത്ത നല്ല ഇസ്സത്തുള്ള ജീവിതം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നല്ല വീടും വാഹനവും തന്നെ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പാവങ്ങളാണ് അല്ലാ, പ്രയാസപ്പെടുകയാണ്. എത്രയോ അന്വേഷണങ്ങൾ വന്നൊന്നും ശരിയാവുന്നില്ല, പ്രയാസത്തിലാണ് അല്ലാ. നീ എത്രയും പെട്ടെന്ന് ശരിപ്പെടുത്തണമല്ലോ. ഖൈറായ ലായിക്ക ഇണകളെ പ്രത്യേകം എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്ത്, കാണിച്ചു കൊടുത്തു നീ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാനും നല്ല ജീവിതം നയിക്കാൻ അവർക്കും നമുക്കെല്ലാം തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.